നല്ല അയ്യോ ഇതെന്താണ് ഇങ്ങനെ ഇരിക്കണേ. ഹായ് ഗായ്സ്, ഇപ്പോൾ സമയം 4:05 വെളുപ്പിന് 4:05. അതെ, ഞങ്ങളിപ്പം എയർപോർട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ്. 3:30 ഇറങ്ങാൻ വേണ്ടി ഇരുന്നേ, പക്ഷെ അരമണിക്കൂർ ഇസ് ലൈക്ക് നോർമൽ ഫോർ us. അതിൽ കൂടുതൽ പോയി Not for me. നോട്ട് ഫോർ ഹർ. ഹോൾ കുടുംബം വണ്ടിയിലുണ്ട്. ദാറ്റ് ഇസ് മമ്മി, ദിസ് ഇസ് അബി. തന്നെ ഒരു ഹായ് പറഞ്ഞാടാ. ഹായ്. ഹലോ. ഞങ്ങൾക്ക് ഏറ്റവും വലിയ സങ്കടം ആക്ച്വലി ഞങ്ങളുടെ ലാലല്ലേ ഞങ്ങൾക്ക് മിസ് ചെയ്യും ഇരിക്കുന്നതാട്ടോ. ഹായ്. രണ്ട് കോഫി ഫൈനലി ഞങ്ങൾക്ക് കിട്ടിയിരിക്കുവാണ്. പുറലാള് പാസ്പോർട്ട് ഫോട്ടോ. ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ബേബി മൊമെന്റ്സ്. ഇന്ന് നമ്മൾ അടുത്ത ഒരു ട്രാവൽ ചെയ്യുകയാണ്. ട്രാവൽ വിത്ത് മീ സീരീസിലെ 3ാമത്തെ എപ്പിസോഡ്. ഇന്ന് നമ്മളുടെ വേറെ കുറച്ച് വിശിഷ്ട വ്യക്തികൾ കൂടിയുണ്ട്. നടക്കുരുപേ നമ്മുടെ കൂടെ വേറെ കുറച്ച് വിശിഷ്ട വ്യക്തികൾ കൂടിയുണ്ട്. നമുക്ക് അവരെ ഇപ്പം പരിചയപ്പെടാം. ഹലോ ഗൈസ്, എൻ്റെ പേര് ചിക്കു എന്ന് പറയും. അറിയപ്പെടുന്നത് ചിക്കു എന്നാണ്. പക്ഷേ എൻ്റെ ആക്ച്വൽ പേര് സൈമൺ. യാ ഇത് അപ്പുറത്തിരിക്കുന്ന ആളുടെ ബ്രദറായിട്ട് വന്നിരിക്കും അൺഫോർച്ചുനേറ്റ്ലി. ബട്ട് സോ കൂട്ടത്തിൽ ഏറ്റവും മുതിർന്നതും വിവരമുള്ളതും ഏറ്റവും യങ് ആയിട്ടുള്ള ഒരാളെ നമുക്ക് പരിചയപ്പെടാം. ഹായ്. ഇത് എൻ്റെ അപ്പനായിട്ട് വരും. അപ്പൻ ആയിട്ട് വരുള്ളൂ. ഞങ്ങൾക്ക് ഒരേ മുഖച്ചായൊക്കെ ആൾക്കാർ പറയും. എനിക്ക് ചാച്ചയുടെ വീഴ്ച പോയാൽ ചാച്ച എന്നെ പോലെ ഇരിക്കും. ഇതെൻ്റെ മമ്മി, മൈ ബിലവഡ് മമ്മി. ഹായ്. അബീനെ ഇട്ട് ട്രോളുന്ന ആളാണ് ഇരിക്കുന്നത്. അബിയുടെ എല്ലാ വ്ളോഗും കാണും, ഇത് ട്രോളും. അതാണ് മമ്മിയുടെ പണി. അടുത്തതാണ് ഏറ്റവും സ്പെഷ്യൽ ആള്. തവിട് കൊടുത്ത് വാങ്ങിയ എൻ്റെ അനീതി ഇവിടെ ഇരിപ്പുണ്ട്. ഹായ്. അതാണ് കാണാൻ പറ്റില്ല തോന്നുന്നു. ആ പറയാമെന്ന് പറഞ്ഞു പോയതാണോ? അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മളെവിടെ ഇപ്പോൾ നിൽക്കുന്നത് ഇതാരാണ്? പറഞ്ഞു വരുമ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ഒരു പുതിയ പുതുമുഖമാണ്. സ്വന്തം ചേട്ടനായിട്ട് വരും. കട്ടൊന്നും അടിക്കാൻ പറ്റില്ല. ടെക്സസിലെ സ്കൈലൈൻ ആണ് നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിലേക്ക് കാണുന്നത്. ഹ്യൂസ്റ്റണിലെ സ്കൈലൈൻ ആണ്. ഡൗൺ ടൗണിൽ നമ്മൾ പോസ്റ്റ് എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ സ്കൈലൈൻ ഒക്കെ കാണുന്നത്. നമ്മൾ ന്യൂയോർക്കിൽ നിന്ന് വരുന്നവർക്ക് സ്കൈലൈൻ ഒരു സ്കൈലൈൻ അല്ല. നമ്മൾ വന്നപ്പോൾ 2 ബിൽഡിംഗ് ഇവിടെ നിൽക്കുന്നവർ ഇവിടെ കാണുന്നവർ എന്ന് വെച്ചാൽ ആൾക്കെല്ലാം ഭയങ്കര ഡ്രസ്സപ്പ് ചെയ്ത് താഴെ നമ്മുടെ ഫിലഡൽഫിയ മാർക്കറ്റ് വിട്ട് അല്ലെങ്കിൽ സിറ്റിയിലെ ഒരു മാർക്കറ്റ് വിട്ട് ഒരു സെറ്റപ്പാണ് താഴെ. മറ്റേ ഒരു 10-15-50 കടകൾ ആൾക്കാരെല്ലാം വന്ന് ഒരുങ്ങി വരുന്നതാണ്. നമ്മുടെ ന്യൂയോർക്ക് സിറ്റിയിൽ വലിയ ക്ലബിൽ പോകുന്ന കൂട്ടാണ്. പക്ഷെ ഇവിടെ ഇവരുടെ ഒരു വൈദ്യാണ് ഇവർക്ക് ഇത് വെച്ച് ഓണം പോലെ അല്ലേ. പക്ഷെ ആക്ച്വലി രസമുണ്ട് കാണാന് അല്ലേ. പാടില്ലല്ലോ. വേറൊരാളോട് ഇപ്പുണ്ട്. ഹലോ. എന്താ ഈ സ്കൈലൈനെ പറ്റി പറയാനുള്ളത്? നല്ല സ്കൈലൈൻ ആണ്, വളരെ നല്ല സ്കൈലൈൻ, മികച്ച സ്കൈലൈൻ ആണ്. മികച്ചൊരു സ്കൈലൈനാണ്. തല നിറച്ചും ബുദ്ധിയായിരുന്നേ ഭയങ്കര ശരിയായില്ല. ഞാൻ കണ്ണാടി മോഡല് താണ്ടി നിൽക്കുന്നു. മോഡൽ മോഡൽ തിരിയൽ. സോ അവിടെയാണ് നമ്മൾ സ്കൈലൈൻ കണ്ടത്. ഇവിടെ ഇങ്ങനെ കുറേ നടക്കാനുള്ള. സോ സത്യം പറയാമല്ലോ, ന്യൂയോർക്കിൻ്റെ അത്രയും സത്യം പറഞ്ഞാൽ ന്യൂയോർക്കിൻ്റെ അത്രയും എനിക്ക് തോന്നുന്നു കാണാൻ ഇവിടെ അങ്ങനെ ഇല്ല. സോ ദാറ്റ് വാസ് ഇവിടെ. ഇപ്പം ഞങ്ങൾ കയറി വന്നോടത്ത് ആക്ച്വലി ഫുഡ് മാർക്കറ്റൊക്കെ ഉണ്ട്. അപ്പം തിരിച്ച് ഞങ്ങൾ താഴത്തോട്ട് പോവാം. ഫിലഡൽഫിയയിലൊക്കെ പോയിട്ടുള്ള അല്ലെങ്കിൽ സിറ്റിയിൽ ഇങ്ങനെ മാർക്കറ്റുകളിൽ പോയിട്ടുള്ളവർക്ക് അറിയാം. അതുപോലത്തെ സെയിം സെറ്റപ്പ് ഇവിടെ താഴെ പോസ്റ്റ് മാർക്കറ്റ് എന്നാണ് എൻ്റെ പേര്.
മാർക്കറ്റ് മൊത്തം വൈബാണ് അല്ലേ? അതെ, ഇറ്റ്സ് എ ലൈവ്ലി നൈസ് പ്ലേസ്. കുറച്ച് ആഫ്രിക്കൻ ഫുഡ് കഴിക്കാൻ പോവാണ്. വെസ്റ്റ് ആഫ്രിക്കൻ ഫുഡ്. വെസ്റ്റ് ആഫ്രിക്കൻ രണ്ടുപേരും കൈയൊക്കെ പിടിച്ച് നടക്കുന്ന വേണ്ടി നമ്മൾ ആഫ്രിക്കൻ കട കണ്ടുപിടിച്ച്, പക്ഷേ സാധനങ്ങൾ സെലക്ഷൻ ഇല്ല. അപ്പോൾ നമ്മൾ ഈ കളർഫുൾ സ്ഥലം വിട്ട് നമ്മൾ പുതിയൊരു മെക്സിക്കൻ കണ്ടപ്പോൾ ഒരു മൂഡ് തോന്നിയില്ല ആക്ച്വലി കഴിക്കാനായിട്ട്. പിന്നെ അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ആഫ്രിക്കൻ ഫുഡ് ചേട്ടപ്പോഴേ ചാച്ച വേണ്ട അത് ബാക്കിയുള്ളവർക്കൊരു താല്പര്യമില്ല. താല്പര്യമില്ല. മെനു അത്ര വലിയ സോ പ്ലേസ് നല്ല നമ്മൾ ഇവിടെ നിന്ന് അടുത്ത് കണ്ടുപിടിച്ച് നമ്മൾ പോസ്റ്റിൽ നിന്ന് പോയി പുറത്തുള്ള ടെക്സ്മെക്സിലേക്ക് കടന്നു പോവുകയാണ്. കളറാ കറുപ്പും വെള്ളയും മൊത്തത്തിൽ ഒരു വൈബ്. യുനോ ലുക്സ് ക്യൂട്ട്. നല്ല അടിപൊളി. ഇതെല്ലാം ബ്ലർ ചെയ്തതാണ് ഇവര്. ഈ അണ്ടർ ഏജ് പിള്ളേർ ഞാൻ ടയർഡാണ് ഇത്തിരി. അതെ അതെ, അതാരും കണ്ടിട്ടില്ല. കഴിച്ചോ ഇനി ടയർഡല്ലേ? ക്ഷീണമൊക്കെ മാറത്ത്. ആയിക്കോട്ടെ. രാത്രി 11-11 ഡിന്നർ കഴിഞ്ഞിട്ടുള്ള ഡിന്നർ കഴിഞ്ഞിട്ടുള്ള ഇപ്പൊ കഴിച്ചു കഴിഞ്ഞപ്പോൾ ക്ഷീണമായി. ബട്ട് നല്ല ഫുഡായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസം ഞങ്ങൾ ഇവിടെ തീർക്കുകയാണ്. ഇനി നാളെ വേറെ കുറച്ച് പരിപാടികൾ തന്നെ. ഓൺ മൺഡേ ഐ ഗസ് മൺഡേ വേറെ കുറച്ച് പരിപാടികൾ. സോ ഐ ഗസ് മൺഡേ നമുക്ക് കാണാം. അപ്പോൾ എല്ലാവർക്കും ടയർഡായതുകൊണ്ടാണ് എല്ലാവരും കാറിൽ പോയി കയറി സുഖമായിട്ട്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. അപ്പോൾ ഗുഡ് നൈറ്റ്. നാളെ അത് കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ ബൈ. ഇവിടെ മഴ പെയ്യൽ തന്നെയാട്ടോ. ഒന്ന് നിൽക്കും പിന്നെയും പെയ്യും, ഒന്ന് നിൽക്കും പിന്നെയും പെയ്യും. പക്ഷെ നമ്മൾ വന്ന സമയത്തിന്റെ നമ്മളിപ്പോൾ എവിടെ പോകുന്നത്? ബാർബിക്യൂ അല്ല അല്ലേ, എന്തൊക്കെയോ. ചിക്കു ബർഗർ കഴിക്കണമെന്ന് പറഞ്ഞോണ്ട് ഞങ്ങൾ ബർഗർ സ്ഥലത്ത് എനിക്ക് ഒരു വാല്യൂ ഒക്കെ കിട്ടി ഗൈസ്. ഫൈനല് ഈ കടയിൽ പോവാണ്. വലിയ ബാർബിക്യൂ സ്ഥലത്തൊക്കെ പോകാൻ വേണ്ടിയിരുന്നേ, പക്ഷെ അവിടെ 1 മണിക്കൂറായിരുന്നു ഇവിടെ നിന്ന്. എല്ലാവർക്കും ഓൾറെഡി വിശന്ന് തുടങ്ങി. സോ അപ്പോൾ അതുകൊണ്ട് അടുത്തുള്ള ഏതെങ്കിലും ഒരു കടയിൽ പോയി എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചേക്കാം. എനിക്ക് വേണ്ടി തുറന്നു തരുവാണോ? എന്തി ബാക്കിയുള്ള നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? അത് പാർമജാൻ മിക്സിങ് മിക്സ് ആയിട്ടുണ്ടോ? പിന്നെ നിന്റെ പാത്രം പാത്രം ചുമ്മാ വിളിക്കുന്നില്ല, അത് നീങ്ങുന്നില്ല അതിനകത്തൊന്നും. ഇത് നാഷണൽ നമ്മൾ ടെക്സസിൽ നമ്മൾ ഒറിജിനൽ ജാപ്പനീസ് ഇമ്പോർട്ടഡ് ബാഗ്. അമേരിക്കൻ ഞാൻ ഫുഡ് കോമയിലാണ് ഇപ്പം. ഞങ്ങളെല്ലാവരും ഫുഡ് കോമയിലാണ്. ആക്ച്വലി ഞാൻ ഇല്ല, ഞാൻ മാത്രമല്ലായിരുന്നു നാഷണൽ ഹോട്ട് ചിക്കൻ വാങ്ങിയത്. എൻ്റെ അടിപൊളിയായിരുന്നു. ഇറ്റ് വാസ് സോ ഗുഡ് ആൻഡ് സോ സ്പൈസി. എന്താണെങ്കിലും ചിക്കൻ പക്ഷെ ഇല്ല, നൈസായിരുന്നു. എനിക്ക് ബർഗർ ഉണ്ടല്ലോ, ഇവരുടെ സാധനങ്ങൾ മുഴുവൻ ഉപ്പായിരുന്നു. ഉപ്പിലിട്ട് മുക്കിയെടുത്ത പോലെ ആയിരുന്നു. ഓക്കെ ബൈ ഗൈസ്. അപ്പോൾ ഇന്നത്തെ അഡ്വഞ്ചർ. ഇനിയിപ്പം വൈകുന്നേരം വീട്ടിൽ ചെല്ലുന്നു, ഒരു ചോറക്കം. അവൻ ചിരിച്ചോണ്ട് നിൽക്കുന്നു. സോ ഗൈസ്, ഇതാണ് ഇവിടുത്തെ ഹ്യൂസ്റ്റണിലെ വീടിൻ്റെ അടുത്തുള്ള കുളങ്ങൾ പോലെ. ഇവിടെ ഐ ഗസ് ഗെയ്റ്റഡ് കമ്മ്യൂണിറ്റി എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ കമ്മ്യൂണിറ്റി അങ്ങനെ എന്തൊക്കെയോ ആണ് സംഭവങ്ങൾ. പക്ഷെ എല്ലായിടത്തും ഇപ്പോൾ അവിടെ കാണുന്ന പോലെ ഫ്രണ്ടിലിങ്ങനെ വെള്ളം, ചെറിയ പോണ്ട് പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. വിച്ച് ഇസ് ആബ്സല്യൂട്ട്ലി ബ്യൂട്ടിഫുൾ. ഞങ്ങൾ അവിടെ നടക്കാൻ ഇറങ്ങിപ്പോണം. ന്യൂയോർക്ക് മിസ് ചെയ്യുന്നുണ്ടോ? ഇല്ല, ഒട്ടുമില്ല.
ആക്ച്വലി അവിടുത്തെ ആ ഒരു തിരക്കുള്ള ജീവിതത്തിൽ നിന്ന് ഒരു വിട. സമാധാനം നിറഞ്ഞ ഒരു ലൈഫിലോട്ട് വന്നു. അടിപൊളി. അടിപൊളി. ഞങ്ങളെ തപ്പി ഒരാളിതാ നടന്നു വരുന്നുണ്ട്. നമ്മൾ നടക്കാൻ ഇറങ്ങിയപ്പോ വഴിയിൽ വെച്ച് വേറൊരാളെ കണ്ടുപിടിച്ചു. ആള് ഓടിക്കൊണ്ട് ഇവർ രണ്ടുപേരെ കൊണ്ട് രക്ഷയില്ല ഗൈസ്. മത്സര ഓട്ടമാണ്. ഞാൻ വിളിച്ചോണ്ട് വരാം, നീ ഇങ്ങ് മാറി ചിക്കു. എന്താ ഉദ്ദേശിക്കുന്നത്? എന്റെ അനിയനായിട്ട് പറയുമല്ലോ, എടുത്ത് കാട്ടിലെറിയാൻ തോന്നുന്നു. ചുമ്മാ നിൽക്കട്ടെ, എനിക്കാ കിട്ടണേ. എന്നാണ് പ്രാണികളെ വെടിവെച്ചിടുന്ന സീനാ കേസി കാണുന്നത്. ഈ പ്രാണികളെ എന്താ വിളിക്കുന്നതെന്ന് അറിയോ? നിങ്ങൾ ടെക്സസിൽ ഇത് കണ്ടിട്ടുണ്ടോ എന്നറിയത്തില്ല. പക്ഷേ ദേ ആർ കോൾഡ്, ഇതല്ല കേട്ടോ, ലവ് ബഗ്സ് അതിനെ പറയുന്നത്. അതിനകത്ത് ആക്ച്വലി ഒരു ബഗ് അല്ല, പക്ഷെ ഐ എം ഒഫീഷ്യലി ഡിസ്ഓണിങ് യു ഗൈസ്. ഓക്കെ, എടാ വേണ്ട. എടാ അമ്മ. ഓക്കെ സ്റ്റാപ്പ്. ഒഴിച്ചോ. നിങ്ങൾ എനിക്ക് കയറി വരണ്ട. കുറേ വർഷത്തിന് ശേഷം ഞങ്ങളൊരു ടെക്സസിൽ ബൈക്കിലല്ലേ കൊണ്ടുപോകുന്നത്. പേടിയുണ്ടോ എന്ന് ചോദിച്ചാൽ നല്ല പേടിയുണ്ട്. ചാച്ച ഓടിക്കാൻ മറന്നുപോയതാ ചിക്കു പറഞ്ഞേ. എത്തി എന്നെ തിരിച്ചെത്തിച്ച്. നല്ല മിസ്സിംഗ് ആട്ടോ. ഓടിക്കാൻ തോന്നുന്നുണ്ടോ? ഇല്ല, അങ്ങനെ ഞാൻ ചാടിക്കറട്ടെ പുറകില്. ഗൈസ് പോയിട്ടുണ്ട്, തിരിച്ചു വന്നാൽ ആ ഇറങ്ങലൊക്കെ കണ്ട പറപ്പിച്ചു വരുന്ന വേറൊരു കാഴ്ച നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ആരൊക്കെയോ എന്തൊക്കെയോ വലിയ സംഭവം കാണിച്ചു തരാം. എന്താ ഇത് ഇവളിപ്പോ ഓടിച്ചു വന്ന് കേറ്റി വെച്ചേക്കുക. എങ്ങനെയുണ്ട് ബൈക്ക് ഓടിച്ചിട്ടുള്ള എക്സ്പീരിയൻസ്? അടിപൊളി. കുറച്ച് മൈലേജിന്റെ ഒരു കുഴപ്പമുണ്ട്. മൈലേജിന്റെ സ്റ്റാർട്ട് ചെയ്യാനും ക്യൂ ഇല്ല, അതുകൊണ്ട് അതിന്റെ ഒരു പ്രശ്നമുണ്ട്. തോക്കൊക്കെ എനിക്ക് മറ്റേ ബൂട്ട്സ് ഉണ്ട്, മറ്റേ ഇപ്പൊ ഇവിടെ ഒരു വീഡിയോ ഉണ്ടാക്കി തരാം. ഇതൊക്കെയല്ലേ ഒരു എന്റർടൈൻമെന്റ്. അതെ, പടയായിട്ട് നിറഞ്ഞു കൈ മുകി.
ഞാനൊന്നും മിണ്ടത്തില്ലടാ പട്ടി. നമ്മുടെ ആദ്യത്തെ ഐറ്റം വന്നിരിക്കുകയാണ്. ഐറ്റം നമ്പർ 2. അവൻ ബാൻഡ് കൊണ്ടുപോയി, അവൻ ബാൻഡിനെ പറ്റും. നീ പൈസ കൊടുക്കും. ഇൻസ്ട്രുമെന്റ് ബാൻഡിന്റെ കേട്ടോ, ബാൻഡ് വേണമെങ്കിൽ ഞങ്ങൾ ബാൻഡ്. ജെഫിന്റെ വക സ്പോൺസർ. അതെ, കാശ് എന്നാ മതി സ്പോൺസർ. ഞാൻ ബില്ലില്ല LCNലോട്ട് കൊടുത്തേക്കാം. ആക്ച്വലി ഇതിനോട് ചോദിക്കണമായിരുന്നു അവൾ ആരാണെന്ന്. എന്താ പറയുന്നത് നോക്കണമായിരുന്നു. എന്തായിട്ട് വരും അപ്പം കല്യാണം തുടങ്ങി. ബ്രിസ്ക്കറ്റ് എഗ് ആൻഡ് ചീസ് അല്ലല്ലോ നമ്മളെടുത്തത്. നമ്മളെന്തെടുത്ത്? ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഹോബി എയർപോർട്ടിലാണ്. ഞങ്ങൾ തിരിച്ച് ന്യൂയോർക്കിലോട്ട് പോവാണ് ഗൈസ്. ഇറ്റ്സ് സോ സാഡ്. എനിക്ക് പോകണ്ട. 3-3.5 ദിവസം ആക്ച്വലി ടെൻഷനൊന്നും ഇല്ലാതെ അടിച്ച് പൊളിച്ച് ഞങ്ങളിങ്ങനെ തേരാപ്പാര ലാലല്ല പടി നടക്കുമായിരുന്നു. ഇപ്പോൾ തിരിച്ച് ബാക്ക് ടു നോർമൽ ലൈഫിലോട്ട് പോകുന്ന കാര്യം ആലോചിക്കുമ്പോൾ ഒരു സങ്കടമുണ്ട്. പക്ഷേ ബ്രിസ്ക്കറ്റ് കിട്ടിയോണ്ട്, ഒരു മിനിറ്റ്, ബ്രിസ്ക്കറ്റ് കിട്ടിയോണ്ട് കുഴപ്പമില്ല. നമ്മുടെ യാത്രയുടെ അവസാനത്തെ നിമിഷങ്ങൾ കിടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നുവെച്ചാൽ എല്ലാം കഴിഞ്ഞു, പരിപാടികളെല്ലാം നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം ചെയ്തു. കറങ്ങാനുള്ളത് കറങ്ങി. എൻ്റെ കണ്ണിരിക്കുന്നുണ്ടോ ഗൈസ്? ഞാൻ ഒന്നും ചെയ്തില്ല. വിഷയത്തെയും തന്നെ അതിൻ്റെ ഇടയ്ക്ക് അതിനിവിടെ പ്രസക്തി ഇല്ല. എല്ലാം കഴിഞ്ഞ് നമ്മളിപ്പോൾ തിരിച്ച് ഹൂസ്റ്റൺ ഹോബി എയർപോർട്ടിൽ ഹോബി എയർപോർട്ടിലേക്കാണ് തിരിച്ച് ന്യൂയോർക്കിലോട്ട് പറക്കാൻ നേരത്തെ ഒരു 1/2 മണിക്കൂർ ബോർഡ് ചെയ്യും സൂൺ. പക്ഷെ ഓവറോൾ ട്രിപ്പ് വാസ് അടിപൊളി. 3 ദിവസം പോയത് അറിഞ്ഞില്ല. 3 ദിവസം സാറ്റർഡേ സൺഡേ മൺഡേ 3 ദിവസം. സാറ്റർഡേ മോർണിംഗ് ഞങ്ങൾ എത്തി. ഇന്നിപ്പം ട്യൂസ്ഡേ ഉച്ച കഴിഞ്ഞു, ഉച്ച പറയും. ഞങ്ങൾ ഭയങ്കര ഐറ്റിനറി. എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഞങ്ങൾ എവിടെ പോയാലും ക്ലിയർ ആയിട്ട് 10 മണിക്ക് 11 മണിക്ക് ഇതൊക്കെ ഇതിനെ പോകുന്നത്. പക്ഷേ ഈ നേരെ ഓപ്പോസിറ്റാണ്. നമ്മളത് അവിടെ എത്താറാകുന്നത്. പക്ഷെ എനിക്ക് ടെൻഷനാണ്. നമ്മളിങ്ങനെ ഓക്കെ വി നീഡ് ടു നോ വാട്ട് യു ഡൂയിങ്. അപ്പം അല്ലെങ്കിൽ സമയം വേസ്റ്റ് ആവും അങ്ങനെ വിചാരിച്ചാണ് വന്നത്. പക്ഷെ ഇവിടെ വന്നപ്പം വെച്ച സാധനങ്ങളൊന്നും പോയിട്ടില്ല, ഒന്നും ചെയ്തു. പക്ഷെ ഭയങ്കര സ്ലോ ആൻഡ് പീസ്ഫുൾ ആയിരുന്നു. വി ഡിഡ്ന്റ് ഈവൻ ഹാവ് ടു ഫോളോ അതൊന്നും. ലൈക്ക് യു നോ ജസ്റ്റ് ഒഴുകി അങ്ങ് പോയി. ആൻഡ് ദെൻ ഐ ഗെസ് യെസ്റ്റർഡേ അത് ഇവിടെ ആയതുകൊണ്ട് നമ്മൾ വേറൊരു ഉദ്ദേശത്തിനാണ് വന്നത്. ലൈക്ക് ഫാമിലി ആൻഡ് ലൈക്ക് ആ ഒരു ഇതിനാണ് വന്നത്. അപ്പം വന്നു കഴിഞ്ഞപ്പം യുനോ അതിൻ്റെ ഓരോ കാര്യങ്ങൾ എല്ലാവരും വീട്ടുകാരെല്ലാവരും ഇങ്ങോട്ട് എനിക്ക് ജസ്റ്റ് സോ മച്ച് ഫൺ. എല്ലാവരുമായിട്ട് ഹാങ് ഔട്ട് ചെയ്യാൻ പറ്റി. നമ്മൾ വിചാരിച്ച പോലെ വ്ളോഗിൽ ഒരുപാട് സ്ഥലങ്ങളൊന്നും അങ്ങനെ കാണിക്കാൻ പറ്റിയില്ല. സോ ഇറ്റ് മൈ ജസ്റ്റ് ബി ലൈക്ക് യു നോ ഡേയ്സ് ഇൻ അവർ ലൈഫ് ഇൻ ടെക്സസ് ടൈപ്പ് ഓഫ് തിങ്. ലൈക്ക് അതായിരിക്കും. പക്ഷേ അടുത്ത പ്രാവശ്യം വരുവാണെങ്കിൽ ഇതിപ്പോൾ എടുക്കുന്നത് ഈ ഒരു സമയത്താണ്. ഇത് ഇറങ്ങാൻ പോകുന്ന ഇച്ചിരി ഡിലേഡ് ആയിരിക്കും. ഓക്കെ, അപ്പം ആസ് ഓൾവേസ് കണ്ടുന്ന എല്ലാവർക്കും താങ്ക് യു. കാണാനിരിക്കുന്നവർക്കും താങ്ക് യു. കാണാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. യൂഷ്വൽ ഡയലോഗ്സ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഞങ്ങൾക്കിതൊരു സന്തോഷം, ഇതൊരു രസം. ആക്ച്വലി ഇത് ഫണ്ണാണ്. ആദ്യം തുടങ്ങാന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവിടെ കളിയാക്കിയായിരുന്നു. ഇതിൻ്റെ ഇറ്റ്സ് ഫൺ ആക്ച്വലി. നമുക്ക് തന്നെ കാണാൻ നേരത്തും എഡിറ്റ് ചെയ്യുമ്പോഴും കാണുമ്പോൾ രസമാണ്. ഇറ്റ്സ് ലൈക്ക് ഷെയറിങ് ഗുഡ് മൊമെന്റ്സ് വിത്ത് എവരിവൺ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പം എന്നാലും ഇതുവരെ കണ്ടെന്ന് ഞങ്ങളെ മടുത്തെങ്കിൽ ഇനിയും ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പം ഇന്ന് എല്ലാവർക്കും വീണ്ടും ബൈ ബൈ. See you guys in the next vlog. Signing off. It's your boy Abibi. See you guys in the next one.